ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വുഹാനിലെ ഈസ്റ്റ് ലേക്ക് ഗ്രീൻവേയിലാണ്. വുഹാനിൽ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ കായലാണ് ഈസ്റ്റ് ലേക്ക്. അപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വളരെ നല്ല രീതിയിൽ റോഡുകളും അതുപോലെ പാർക്കുകളും ഗാർഡൻസും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നല്ല തിരക്കാണ്, കാരണം ഇപ്പോൾ ചൈനയിൽ മെയ് ഹോളിഡേയ്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഈ ഗ്രീൻവേ ഒന്ന് ചുറ്റിക്കാണാം. ഗൈസ്, ഇപ്പോൾ സമ്മർ സീസൺ കൂടി ആയപ്പോൾ ഈസ്റ്റിലേക്ക് മുഴുവനും വിനോദസഞ്ചാരികളുടെ തിരക്കാണ്. പ്രായഭേദമന്യേ എല്ലാ ഏജിലുമുള്ള ആൾക്കാരുണ്ട്. ചെറിയ വള്ളങ്ങൾ ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം, എങ്കിലേ നമുക്കിതിന് ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ ഇത്തരം ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഈ ഈസ്റ്റ് ലേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പാർക്കുകളും ഗാർഡനും എല്ലാം. നല്ല തിരക്കാണ് ഗൈസ്. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളപ്പോൾ ഇത്രയും തിരക്ക് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ മെയ് ഹോളിഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഒരാഴ്ച അവധിയാണ് ഇവിടെ. അപ്പോൾ വുഹാനിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഗ്രീൻവേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് സ്വാഭാവികം. പുറത്തുനിന്നൊരു വാഹനങ്ങൾക്കും ഇവിടേക്ക് പ്രവേശനമില്ല. നമുക്ക് ഈ അലിപേ സൈക്കിൾസൊക്കെ ആണെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും നടന്നാണ് പോകുന്നത്. ഗൈസ്, അപ്പോൾ മെയ് ഹോളിഡേ ആയിട്ട് ഈസ്റ്റ് ലേക്ക് പാർക്കിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് ജനങ്ങൾ, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്. കൂടുതലും ചൈനക്കാരാണ്. ഗ്രീൻവേ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു ജ്യൂസ് കടയുണ്ട്, തൊട്ടടുത്ത് ഒരു ഐസ്ക്രീം ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കളിപ്പാട്ട കടകളും അതുപോലെ ഫാൻസി സ്റ്റോറുകളും ഒക്കെ ഇവിടെ ഒരുപാടുണ്ട്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈസ്റ്റ് ലേക്ക് ഗ്രീൻവേയുടെ മറ്റൊരു ഭാഗത്താണ്. ദൂരെയായിട്ട് അവിടെ ഒരു ഹോട്ട് എയർ ബലൂൺ കാണാം. അവിടേക്ക് പോകണമെന്നും അതിൽ കയറണമെന്നും ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും നമുക്ക് പോകാം. പക്ഷെ ഇത്രയും ദൂരം നടക്കാനുണ്ട്. മിക്കവാറും ഒരു സൈക്കിൾ എടുക്കുന്നതായിരിക്കും നല്ലത്. സൈക്കിൾ കിട്ടാനില്ല ഗൈസ്, കാരണം ഇന്നും ഫുള്ള് തിരക്കാണ്. എല്ലാ അലിപേ സൈക്കിൾസും അതുപോലെ മറ്റ് കമ്പനികളുടെ സൈക്കിൾസും എല്ലാം ഇന്ന് ബിസിയാണ്. നമുക്ക് ഒരു സൈക്കിൾ കണ്ടു കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതിനു മുമ്പൊക്കെ ഇവിടെ വന്നിട്ടുള്ളപ്പോൾ സൈക്കിളെല്ലാം വെറുതെ ഇരിക്കുന്നതാണ്, കാരണം അത്ര അധികം തിരക്കില്ല. ഇവിടുത്തെ സാധാരണ ആൾക്കാരായിരിക്കും കൂടുതലും ഇവിടെ ഇങ്ങനെ ജോഗിങ്ങിനായിട്ടും അതുപോലെ സൈക്ലിങ്ങിനൊക്കെ ആയിട്ട് വരുന്നത്. ഇവിടെ നടന്നു പോകാൻ താല്പര്യമില്ലാത്തവർക്ക് പ്രത്യേകം വണ്ടിയുണ്ട്, അപ്പോൾ അതിലിങ്ങനെ പോകാം. ഈ ഈസ്റ്റ് ലേക്കിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ചെറിയ കാറ്റും കൊണ്ട് ഇങ്ങനെ ഈ മരത്തണലിൽ കൂടെ നടക്കാൻ നല്ല രസമാണ്. രണ്ട് സൈഡിലും നല്ല ഇടതൂർന്ന മരങ്ങൾ, നല്ല പച്ചപ്പ് നിറച്ചിങ്ങനെ നിൽക്കുകയാണ് നല്ല ഭംഗിയായിട്ട്. ചൈനയിൽ ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ ഉയരുന്ന ഒരു സമയമാണ് ഈ മെയ് ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഈ ഗ്രീൻവേയുടെ അകത്ത് പ്രവേശിക്കുന്നതിന് പ്രത്യേകം എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആണ്. നമുക്ക് അകത്ത് ആർക്ക് വേണമെങ്കിലും കയറാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വെളിയിൽ നിന്നുള്ള ഒരു വാഹനങ്ങൾക്കും പ്രവേശനമില്ല. ഇവിടെ തന്നെ ഗ്രീൻവേയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള സൈക്കിളോ അല്ലെങ്കിൽ ഈ ബൈക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഇതിപ്പോൾ കണ്ടോ, ഇതൊരു ഇലക്ട്രിക് ബൈക്കാണ്. മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് അതിന് പ്രത്യേകം ഫീ ഉണ്ട്, ടിക്കറ്റ് ഫീ ഉണ്ട്. ഗൈസ്, എല്ലാ സൈക്കിളും ബിസിയാണ്. ഒരു സൈക്കിൾ പോലും ഫ്രീ ആയിട്ടില്ല. എന്തൊരു പച്ചപ്പാണെന്ന് നോക്കിയേ, മരങ്ങൾ. ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. സൈക്കിൾ കിട്ടുമോയെന്ന് ഞാനിങ്ങനെ നോക്കുകയാണ്, പക്ഷേ ഇവിടെ എല്ലാവരും കൂടെയുള്ള ആളിൻ്റെ സൈക്കിൾ ഇങ്ങനെ കാവൽ ചെയ്ത് നിൽക്കുകയാണ്, പ്രൊട്ടക്റ്റ് ചെയ്ത് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ. 3 ദിവസമായിട്ട് വുഹാനിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് അത്യാവശ്യം മഴ ഇല്ല. നാളെ വീണ്ടും മഴ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ വന്നത്.
ഗ്രീൻ വേ കാണാം. കാരണം ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ് ഇന്ന്. നമ്മളിങ്ങനെ ഈ റോഡിലൂടെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സൈഡിൽ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ കുട്ടികൾക്കൊക്കെ ഉള്ള ചെറിയ ചിൽഡ്രൻസ് പാർക്കും അതുപോലെ മറ്റ് എൻ്റർടൈൻമെൻറ്റ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള മഞ്ഞപ്പൂവാണിത്. മാങ്ങാച്ചെടി എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഇതിനെ മാങ്ങാച്ചെടി എന്നാണ് പറയാറുള്ളത്. മറ്റ് നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല. മഞ്ഞ കളർ പൂ, അടിപൊളി. ഇവിടെ മൊത്തം മാപ്പിൾ ട്രീസ് ആണ്. ഇതെല്ലാം മാപ്പിൾ ട്രീ ആണ്, ഈ കാണുന്ന വലിയ മരങ്ങളെല്ലാം. ഗ്രീൻവേയുടെ പല സ്ഥലങ്ങളിലായിട്ട് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഈ കാണുന്നത് ഒരു ടോയ്ലറ്റാണ്. ഓരോ 100 മീറ്റർ ഇടയായിട്ട് ഓരോ വേസ്റ്റ് ബിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരും റോഡ് സൈഡിൽ അല്ലെങ്കിൽ ഈസ്റ്റ് ലേക്കിൻ്റെ അകത്തോ വേസ്റ്റൊന്നും അങ്ങനെ വലിച്ചെറിയാറില്ല. നമ്മുടെ നാട്ടിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നമുക്ക് കിട്ടാത്ത കാര്യമാണ് വേസ്റ്റ് ബിൻ. അടുത്ത വേസ്റ്റ് ബിൻ ഇത് ഇവിടെ ഉണ്ട്. ശരിക്കും വേസ്റ്റ് ബിൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വേസ്റ്റൊന്നും ഈ കാണുന്ന കായലിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഒന്നും ഒരിക്കലും വലിച്ചെറിയാൻ നമുക്ക് തോന്നില്ല. ആ സൗകര്യം ഇല്ലാതെ വരുമ്പോഴാണ് ആൾക്കാർ തോന്നുന്നിടത്ത് വേസ്റ്റ് വലിച്ചെറിയുന്നത്. ഗൈസ്, ഈസ്റ്റ് ലേക്കിൻ്റെ സൈഡിൽ പലയിടത്തായിട്ടും ഈ ചുവന്ന കളറിലുള്ള റോസാപ്പൂക്കൾ അതുപോലെ പിങ്ക് കളറിലുള്ള റോസാപ്പൂക്കളെല്ലാം ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയാമോ? ആൾക്കാരെല്ലാം ഇതിൻ്റെ മുമ്പേ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഗൈസ്, ഒടുവിൽ നമ്മളങ്ങനെ നടന്ന് ഹോട്ട് എയർ ബലൂണിൻ്റെ അടുത്തെത്തി. ഇനി ഇവിടെ കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല, കാരണം അമ്മാതിരി തിരക്കാണ്. പിന്നെ ഇതിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരെ ഇതിൽ കയറ്റത്തുള്ളൂ. അപ്പോൾ എത്ര പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഗൈസ്, ശരിക്കും നല്ല തിരക്കുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. വിൻഡി വെതർ ഔട്ട് ഓഫ് സർവീസ് എന്നാണ് ഇപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ചൈനീസിൽ. ബാഡ് ലക്ക്, അല്ലാതെ എന്ത് പറയും. അത് മാത്രമല്ല, ടിക്കറ്റ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഒരാൾക്ക് തന്നെ ഏകദേശം 100 രൂപയൊക്കെ അടുപ്പിച്ചാവും. നേരത്തെ ടിക്കറ്റ് എടുത്ത ആൾക്കാർ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ പുതുതായിട്ട് അവർ ആൾക്കാരെ കയറ്റുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പുതുതായിട്ട്. അപ്പോൾ ഓൾറെഡി നേരത്തെ ടിക്കറ്റ് എടുത്ത ആൾക്കാരാണ് ഇത്രയും പേര്. ഗൈസ്, നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവും എന്തുമാത്രം വലിപ്പമുണ്ട് ഇതിനൊന്ന്. നല്ല വലിയ ബലൂണാണ്. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. വെതർ ശരിയായാൽ അവർ ചിലപ്പോൾ വീണ്ടും ടിക്കറ്റ്സ് കൊടുക്കും, നോക്കാം. അടുത്ത ട്രിപ്പ് പോയിട്ടുണ്ട്. മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ. ഇതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ സർവീസ് നിർത്തി വെച്ചെന്ന് പറഞ്ഞത്. ഗൈസ്, നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്, ഏറ്റവും മുകളിൽ. അവിടെ നിന്നുള്ള വ്യൂ നല്ല രസമായിരിക്കും. ഗ്രീൻ വേ നല്ല കിടിലായിട്ട് കാണാൻ പറ്റും അവിടെ നോക്കുമ്പം. അതിന് വേണ്ടിയിട്ടാണ് കയറണമെന്ന് ആഗ്രഹിച്ചത്, പക്ഷേ എന്തായാലും ഇന്നിനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നിനി നടക്കത്തില്ല, കാരണം ഇപ്പോൾ ചെറുതായിട്ട് മഴയും തുടങ്ങി. അപ്പോൾ ഇനി എന്തായാലും പുതുതായിട്ട് അവർ ടിക്കറ്റ് കൊടുക്കില്ല എന്ന് ഉറപ്പായി. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഏകദേശം 1 മണിക്കൂറിന് മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് മാത്രമേ നിലവിൽ ഇതിൽ ട്രിപ്പുള്ളൂ. സോ ഞാൻ എന്തായാലും ഇനി തിരിച്ചു പോവുകയാണ്. ഓക്കെ, നമ്മൾ പുറത്ത് നിന്ന് ഹോട്ട് എയർ ബലൂൺ പൊങ്ങുന്നതും താഴുന്നതും കണ്ടു. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈസ്റ്റ് ലേക്ക് ഗ്രീൻ വേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.